അല്ലെങ്കിൽ തന്നെ ഈ കാലത്ത് നമ്മൾ ആരെ സെറ്റ് ചെയ്യാൻ? ആരെങ്കിലും കൊണ്ടൊന്ന് ആക്കിയാ പിന്നെ നമ്മൾ വരുമ്പോ അവൻ നമ്മുടെ മുതലാളിയാവും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആൾക്കാരങ്ങ് ക്യൂ കിടക്കുമല്ലേ. ഇവന്റെ കാട്ടും തുമ്പം കേട്ട് ജോലി ചെയ്യാൻ ഞാനല്ലാതെ വേറെ ആരും വരാൻ. ഇവൻ നീലമേഘമല്ല, കാർമേഘമാണ്. കാർക്കോട സാറേ. ആരോടാ ജോസേട്ടാ രാവിലെ തന്നെ എത്ര കലിപ്പ്? നമ്മൾ നീലമേഘൻ സാറിനോടാ? അല്ല സാർ, ഫോണിൽ അനിയൻ്റെ അടുത്താ. അല്ലാതെ നീലമേഘൻ സാറിൻ്റെ അടുത്ത് എനിക്കൊരു ദേഷ്യവും ഇല്ല സാർ. ലീവ് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഫോണ് ചെവിയിൽ വെച്ച് തെറി വിളിക്കുന്ന ടെക്നിക്ക് അത് പൊളിച്ചു. താൻ പേടിക്കണ്ട, ഒരു മാസത്തിനുള്ളിൽ ഈ ഫ്ലാറ്റിലെ സെക്രട്ടറി ഞാനാവും. അതിനുള്ള കരുക്കളൊക്കെ ഞാൻ നീക്കി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചേട്ടന്റെ സങ്കടങ്ങളൊക്കെ മാറും. ആ പോയ നീലമേഘം പെയ്തൊഴിയ അധികം സമയം വേണ്ട, മനസ്സിലായോ? അങ്ങനെ സംഭവിച്ച തനിക്ക് ഞാൻ വെറും ലീവല്ല, പെയ്ഡ് ലീവ് തരും. പെയ്ഡ് ലീവ്. ഓക്കെ, മാറ്റം വിദൂരമല്ല ചേട്ടാ, വിദൂരമല്ല. പോട്ടെ, കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഒക്കെ പറഞ്ഞ പോലെ കാണാം ചേട്ടാ. പോട്ടാ. ഓ ആമാ പറ. എന്തേന്നടാ? പ്രത്യേകിച്ചൊന്നുമില്ല, കുളി കഴിഞ്ഞിറങ്ങിയേ ഉള്ളൂ. അങ്ങനെ സാധാരണ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ലല്ലോ. പോട്ടടാ, ഞാനതൊരു തമാശക്ക് പറഞ്ഞത്, നീ അതങ്ങ് വിട്. എല്ലാം കഴിച്ചായിരുന്നോ? ഞങ്ങൾ രണ്ടുപേരും നേരത്തെ കഴിച്ചു. അനു വിളിച്ചായിരുന്നോ അമ്മ? ഓ, അവക്ക് എപ്പോ വിളിച്ചാലും മീറ്റിംഗ് ആടാ. മെസ്സേജ് അയച്ചാലോട്ട് മറുപടിയും ഇല്ല. ഈ മാസം തൊട്ട് എനിക്ക് കാശ് അയക്കേണ്ടെന്ന് അമ്മ അനുവിനോടൊന്ന് പറയണേ. അതെന്തിടാ, നിനക്ക് നല്ല വല്ല റോളും കിട്ടിയോ? ആ, ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. എടാ, നിന്റെ അനിയത്തിയോട് നീ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ അവള് ചോദിക്കും നീ എന്താ നേരിട്ട് പറയാത്തേന്ന്. എനിക്ക് ഇവിടുത്തെ ജോലി ചെയ്ത് മടുത്തിടാ സിതിന്. ഞാൻ നിന്റെ കൂടെ ഒരാഴ്ച വന്ന് നിക്കട്ടേടാ, അപ്പോഴേ നിന്റെ ഡാഡി പഠിക്കൂ. പരമശിവന്റെ കഴുത്തിരുന്ന് സുഖമാണോന്ന് ചോദിച്ച പാമ്പിനോട് ഗരുഡൻ എന്താ പറഞ്ഞേ? പോടാ. പറ, അമ്മയല്ലേ പണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അവരവരിയ്ക്കുന്നിടത്ത് അവരവരിരുന്നാ എല്ലാവർക്കും കൊള്ളാന്ന്. എടാ, ഗരുഡൻ അത് പറയാം. ഗരുഡനല്ലോ നമ്മൾ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുന്നത്, ഞാനല്ലേ? ഡാഡിയുടെ വഴിക്കൂടമ്മ, എന്നിട്ട് അമ്മയും ലൈഫ് എൻജോയ് ചെയ്യ്. ഓ ശരി, നിന്റെ ഉപദേശം ഞാൻ വരവ് ചേട്ടാ. കുളിച്ചിരിക്കെങ്കിലേ പോയി കിടന്ന് ഉറങ്ങും. ഇല്ല, ഒരു ജോലിയുണ്ട്, പോണം. എവിടെ പോയാലും നല്ലവണ്ണം കഴിച്ചിട്ട് പോണം, വെറും വയറ്റ് പോവല്ലേ, കേട്ടോടാ സിതിനെ? ശരി അമ്മ, കഴിച്ചോളാം. എന്നാ പിന്നെ വിളിച്ചോളാം മക്കളെ. അമ്മ. ഓ, എന്താ ഒന്നും മിണ്ടാത്ത നീ? ഒന്നുമില്ല, ബൈ. ശരി മോനെ. സമയമായടാ. 5 ഫ്ലോറും കയറി ഒറ്റ ഫോഴ്സിൽ അങ്ങ് ചാടിയേക്കണം. എല്ലാം തീരട്ടെ. സിംഗിൾ ടേക്കിൽ ഓക്കെ. റെഡി? റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സർ. ആക്ഷൻ. ഗോ 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 go go yeah go 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 orada go go orada go go the orada yeah go keriva innu keriva orada orada the orada എന്താ സാറേ, എന്തു പറ്റി?
താനാണോ ടെറസ് പൂട്ടിയിട്ടത്? അതെ സാറേ, സെക്രട്ടറി സാറ് പറഞ്ഞിട്ടാ. കണ്ടവന്മാരൊക്കെ മോളിൽ കയറി അയ്യോ സാറിനെ അല്ല കേട്ടോ, പിള്ളേരൊക്കെ മോളിൽ കയറി കളിക്കണോണ്ട് അവിടെ പൂട്ടി വെക്കാൻ പുള്ളി പറഞ്ഞു. പിന്നെ കുറച്ചൊക്കെ വൃത്തിയാക്കാനും ഉണ്ട്. ജോസേട്ടാ, ഇന്ന് ഒരു ദിവസത്തേക്ക് ആ ടെറസ് ഒന്ന് തുറന്നു വയ്ക്കണം. ഓക്കെ? ഓക്കെ. ശരി, എനിക്ക് വിശക്കുന്നു. ഉണ്ടായിരുന്ന കാശെല്ലാം ജോസേട്ടനൊന്നു ഒരു 100 രൂപ തരൂ. നമ്മുടെ ഈ കാലത്തൊക്കെ നിങ്ങളെ പോലെ ആരാനിയാ ചെലവിന് പോലും കാശ് കയ്യിൽ വെക്കാതെ. 100 മാത്രം മതി, പൊക്കണ്ട. അപ്പൊ ഉച്ചയ്ക്കോ? അത് വേണ്ടി വരില്ല. സാറ് തന്ന 500 രൂപയേ ഉള്ളൂ, ചില്ലറ മാറ്റിക്കോളൂ. ടെറസ് പൂട്ടരുത്. ഓക്കെ? ചാവി അവിടെ തന്നെ വെച്ചേക്കണേ. ഓ ആ സാറേ, ഇവിടെ നല്ല മുട്ടായി പോലെ ആക്കിയിട്ടായിരുന്നു, കണ്ടായിരുന്നോ? പഞ്ചാര പാലു മുട്ടായി. എവിടെ പോയാലും നല്ലവണ്ണം കഴിച്ചിട്ട് പോണം, വെറും വയറ്റ് പോലെ. അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ, നല്ലൊരു കടയിൽ കയറി കഴിക്കാം. പണി കിട്ടും, കയറി നോക്കാം. ഒരു പുട്ട്, 2 പൊറോട്ട, 2 പൊറോട്ട, കറി ചിക്കൻ കറി. ചിക്കൻ കറി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഓക്കെ. ചേട്ടാ, സാർ ഒരു ചായ കൂടെ. ഒരു ചായ വിത്തൗട്ട് ഷുഗർ. വിതൗട്ട് ഷുഗർ. അല്ലേ വേണ്ട, ഷുഗർ ഇട്ടോ. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ. ഇതിനെ എടാ ഫക്രു, എടാ നിനക്ക് ആൾക്കാരുടെ മുമ്പിലെങ്കിലും എന്റെ പേര് മര്യാദയ്ക്ക് വിളിച്ചൂടെ? ഫക്രു അല്ല, ഫറൂഖ്. ശീലങ്ങളൊക്കെ എങ്ങനെ മാറുവളിയാ? നമുക്ക് ഓരോരുത്തരോടും എങ്ങനെ സ്നേഹം തോന്നുന്നു അതിനനുസരിച്ച് വിളിക്കണം. നാളെ ഇനി അങ്ങനെ വിളിക്കാൻ പറ്റാതെ പോയാൽ സങ്കടം ഉണ്ടാവാൻ പാടില്ലല്ലോ. അല്ല, നിന്റെ പടമൊക്കെ എങ്ങനെ പോകുന്നു? ശരിക്കും പറഞ്ഞ ഞാൻ ഇവിടെ കഥ പറയാൻ വേണ്ടി വന്നതാ, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞിട്ട്. നിനക്കറിയോ മണക്കാട് മാധവൻ? ഇല്ലടോ. അയാൾ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. വന്നപ്പോഴാണെങ്കിൽ അയാളുടെ മെസ്സേജ് അയാൾക്ക് അത്യാവശ്യമായിട്ട് എവിടെ പോകണമെന്ന്. എന്നാൽ പിന്നെ എപ്പോൾ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയില്ല. ബാക്ക് ടു സ്ക്വയർ വൺ, പോസ്റ്റ് ആസ് യൂഷ്വൽ. അതൊക്കെ വിട്, നിന്റെ പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോഴും അതൊക്കെ തന്നെ അവസ്ഥ. നല്ല ചാൻസ് നോക്കുന്നു. ഓഡീഷന് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയക്കുന്നു. ഫിൽറ്റർ ഇടാത്തത്. എടാ, പണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇപ്പോൾ പടം തുടങ്ങുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിന് ആളെ നോക്കുന്നുണ്ട്. നീ നാളെ ഫ്രീ ആണെങ്കിൽ വെള്ളയമ്പലത്തോട്ട് വാ, ഞാൻ അവനെ പരിചയപ്പെടുത്തരാം. ഡാ ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. നീ പണ്ട് അഭിനയിച്ചൊരു മ്യൂസിക് ആൽബം അല്ലേ, അതിൻ്റെ പേരെന്തായിരുന്നു? മൗനം. മൗനം. അത് നല്ല സംഭവമായിരുന്നു. നീ അതിൻ്റെ ലിങ്കും കൂടെ എനിക്ക് അയച്ചാൽ ഞാൻ അവന് ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അത് വിടളിയാ, നാളെ അല്ലേ, ഞാൻ പറയാടാ. ഇന്ന് ചെറിയൊരു ജോലിയുണ്ട്, അത് പോകും പോലെ ഇരിക്കും. മിക്കവാറും നാളെ ഇതൊന്നും എനിക്ക് വേണ്ടി വരില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. അല്ല പിന്നെ ഈ ഓൾ ദി ബെസ്റ്റ് കേട്ടിട്ട് ഇന്നേ വരെ എന്തെങ്കിലും നമ്മുടെ കാര്യത്തിൽ ബെസ്റ്റായിട്ട് നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാനും ഇത് 4-5 കൊല്ലമായിട്ട് കേൾക്കുന്നതാ ഓൾ ദി ബെസ്റ്റ്. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആലോചിക്കുമ്പോൾ ശരിയാ, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ ഒരു പ്രോജക്റ്റും ഇതുവരെ നടന്നിട്ടില്ല. എന്നാ പിന്നെ നമുക്ക് ഇതൊന്ന് ഷേക്സ്പിയർ സ്റ്റൈലിൽ മാറ്റി പിടിച്ചാലോ? ഷേക്സ്പിയർ സ്റ്റൈലോ? എന്ന് വെച്ചാ ഗുഡ് ലക്ക് എന്ന്. കാലൊടിക്കണമെന്നൊന്നുമല്ല. എന്തായാലും വേദനിക്കാതിരുന്നാ മതി. സാർ എനിത്തിങ് എൽസ്? ബില്ലെടുക്ക്. എന്റെ ബില്ലും കൂടെ എടുക്കണേ. ഓക്കെ സാർ. അതുകൂടെ ഇതിലടിച്ചാൽ മതി. വേണ്ട മാൻ, ഞാൻ കൊടുക്കാം. പ്ലീസ്, എൻ്റെ ഒരു സന്തോഷത്തിന് ലെറ്റ് മീ പേ. ബില്ലെടുക്ക്. ശരി സാർ, കൊണ്ടുവരാം. കഴിച്ചോ സാറേ? കഴിച്ചു. ആ ദാ ചേഞ്ച്. താങ്ക്സ്. ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തില്ല. സന്തോഷമായില്ലേ? കർത്താവേ, 495 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റാ?
അതിനെന്തോരം തിന്നു കാണും, ദേഹത്ത് കാണാനുമില്ല.